നമസ്കാരം. ശ്രീഭദ്ര ജ്യോതിഷത്തിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കുടുംബ പരദേവത അഥവാ കുലദൈവം പാരമ്പര്യമനുസരിച്ചാണ് വരുന്നത്. അച്ഛൻ വഴി പാരമ്പര്യമുള്ളവർ അങ്ങനെയും അമ്മ വഴി പാരമ്പര്യമുള്ളവർ ആ രീതിയിലുമാണ് പരദേവതയെ ആചരിക്കേണ്ടത്. ധർമ്മദൈവം അഥവാ പരദേവത പ്രസാദിച്ചില്ലെങ്കിൽ ഒരു ദൈവവും അനുഗ്രഹിക്കുന്നതല്ല. വിവാഹം നടക്കാനും നല്ല ദാമ്പത്യ ജീവിതത്തിനും സന്താന ഭാഗ്യത്തിനും എല്ലാം പരദേവതയുടെ അനുഗ്രഹം നിശ്ചയമായും ആവശ്യമാണ്. പരദേവതയെ കൃത്യമായി കണ്ടെത്താൻ കഴിയുന്നില്ലെങ്കിൽ ശൈവ വൈഷ്ണവ ശാക്തേയ സങ്കല്പത്തിൽ പരദേവതയെ ആവാഹിച്ച് ത്രികാല പൂജ നിവേദ്യ സഹിതം നടത്തുകയാണ് വേണ്ടത്. വീട്ടിൽ വെച്ച് കുടുംബാംഗങ്ങളുടെ എല്ലാം സാന്നിധ്യത്തിൽ വേണം ഇത് ചെയ്യാൻ. വർഷത്തിൽ ഒരിക്കലെങ്കിലും പരദേവതയെ കണ്ട് തൊഴുത് യഥാശക്തി വഴിപാടുകൾ നടത്തേണ്ടത് അത്യാവശ്യമാണ്. അല്ലാത്ത പക്ഷം സന്തതി പരമ്പരകളെ അത് ബാധിക്കുന്നത്. പാരമ്പര്യമനുസരിച്ച് എന്താണ് ചെയ്തിരുന്നത് ആ ആചാരം മുടങ്ങാതെ അല്ലെങ്കിൽ അത് മാറ്റാതെ തന്നെ തുടരുന്നതാണ് ഏറ്റവും ഉത്തമം. പരിഷ്കാരത്തിന്റെ പേരിൽ അത് മാറ്റിയാൽ പലപ്പോഴും അത് വിനയായി തീരാറുണ്ട്. ചെടിയുടെ തായ്വേര് പോലെയാണ് പരദേവത. തായ്വേര് അറ്റാൽ ചെടി ഉണങ്ങിപ്പോകുന്നത് പോലെ പരദേവതാ ബന്ധം മുറിഞ്ഞാൽ ആ കുടുംബത്തിന് ദോഷമാണ് ഭവിക്കുക. പരദേവത പെറ്റമ്മയെ പോലെയാണ്. പരദേവതയ്ക്ക് പകരമാവില്ല മറ്റൊരു ദേവതയും. അതിനാൽ അത് മനസ്സിലാക്കി വർഷം തോറും നിവേദ്യ സഹിതം വഴിപാടുകൾ നടത്തുക. കുടുംബ പരദേവതയെ ആരാധിക്കുന്നത് വഴി നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സകലവിധ ദുരിതങ്ങളും ദുഃഖങ്ങളും എല്ലാം മാറി എല്ലാവരുടെയും ജീവിതത്തിൽ സമ്പത്തും അഭിവൃദ്ധിയും എല്ലാം ഉണ്ടാകട്ടെ എന്ന് മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്ക് പ്രത്യേകമായി എന്തെങ്കിലും പ്രാർത്ഥിക്കേണ്ടതുണ്ടെങ്കിൽ പേരും നക്ഷത്രവും ചേർത്ത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സമയം പോലെ കുറിച്ചെടുത്ത് എൻ്റെ നിത്യപ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതാണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുവാനും മറ്റുള്ളവരിലേക്ക് വീഡിയോ ഷെയർ ചെയ്തു കൊടുക്കുവാനും മറക്കരുത്. വീണ്ടും പുതിയൊരു വീഡിയോയുമായി വരും വരെ നന്ദി, നമസ്കാരം.